കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ. ആ പോയ പുലിയുടെ നിയമങ്ങൾ നമ്മൾ തെറ്റിക്കാൻ പോകുന്നു. പള്ളിയിൽ പോകുന്നതിന് പകരം കറങ്ങാൻ പോകുന്നു. ഓക്കേ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതുപോലുള്ള ഡ്രസ്സും ധരിച്ചുകൊണ്ടാണോ നിങ്ങൾ പള്ളിയിൽ പോകുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ് മേച്ചൻ. മേച്ചൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ബി ബ്ലോക്കിലെ ഗേൾസിനോട് വിത്തിൻ 10 minutes കോൺഫറൻസ് ഹാളിലെത്താൻ പറയണം. അവരിപ്പോൾ എന്താണ് അണിഞ്ഞിരിക്കുന്നത് അതേ ഡ്രസ്സോടെ. റിമൈൻഡ് യു വിത്ത് യൂണിഫോം. ഓക്കെ സാർ. നിങ്ങളെ എല്ലാവരെയും പ്രിൻസിപ്പൽ സാർ വിളിക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ ഇതേ ഡ്രസ്സോടെ കോൺഫറൻസ് ഹാളിൽ ചെല്ലണം. കൂടെ യൂണിഫോമും കരുതിക്കൊള്ളുക. ഇതെന്താ, ഇങ്ങനെയാണോ എല്ലാവരും പള്ളിയിൽ പോകുന്നത്? ആരാധനാലയങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനം ഒരു ഫാഷൻ പരേഡിന്റെ വേദിയല്ല. പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ബാഡ്, വെരി ബാഡ്. പാശ്ചാത്യർ പോലും ലജ്ജിച്ചു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ നാടിന്റെ വസ്ത്ര സംസ്കാരം മാറിയിരിക്കുന്നു. സാർ, പ്ലീസ് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിന്നും പ്രിൻസിപ്പൽ സാറിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ. വിളിച്ചയാൾ പരിചയപ്പെടുത്തുകയോ കൂടുതൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ആ സമയം നിങ്ങൾ നടത്തിയ സംസാരം സാറ് കൂടി കേട്ടിട്ടുണ്ട്. യെസ്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ ആ അജ്ഞാത അത് നിങ്ങളെ കൂട്ടത്തിൽ ആരായാലും സ്വയം പറയുന്നതാവും നല്ലത്. കമോൺ, ടെൽ മീ. സീ, ഭയപ്പെടാനൊന്നുമില്ല. കാരണം ആ അജ്ഞാത ആരുടെ പേരിലും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. സാർ, ഷാനി, നീ? ഞാനല്ല ഫോൺ ചെയ്തത്. അത് ഈ കൂട്ടത്തിൽ ആരാണെങ്കിലും ഫോൺ വിളിച്ചത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ യൂണിഫോം പണിയാൻ ചെല്ല. Please, sit down. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ,
നേരത്തെ നിങ്ങൾ അണിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതായിരുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനിണങ്ങുന്ന, നമ്മുടെ സംസ്കാരത്തിനിണങ്ങുന്ന വസ്ത്രങ്ങളാണ്. യൂണിഫോം ഇട്ട എൻ്റെ കുട്ടികൾ ഒരിക്കലും കള്ളം പറയില്ല, അതെനിക്ക് ഉറപ്പാ. സാർ, ഞാനാണ് സാറിനെ ഫോൺ ചെയ്തത്. സൈലൻസ് പ്ലീസ്. ആരെയും ചതിക്കാനല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ തന്നെ ഒരു കൂട്ടുകാരിയുടെ കണ്ണുനീർ അതെനിക്ക് സഹിച്ചില്ല. പറയൂ, ആരാണ് ആ കൂട്ടുകാരി? പ്ലീസ് സാർ, അത് ചോദിക്കരുത്. ഒരു പാവമാണ് അവൾ. മറ്റുള്ളവരെ പോലെ ഡിസൈൻ കളർഫുൾ വസ്ത്രമില്ലാത്ത ഒരു പാവം. ആൻ, നിനക്ക് ആ കുട്ടിയുടെ പേര് പറഞ്ഞുകൂടെ? നോ 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 മേറ്റൻ, ആനിന്റെ ചിന്തയാണ് ശരി. ആ കുട്ടിയുടെ ഇല്ലായ്മ പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട എന്ന് ആൻ ചിന്തിക്കുന്നു. ഫാഷൻ ഭ്രമം പിടിച്ച നിങ്ങൾക്ക് അണിയാൻ ഇഷ്ടത്തിന് വസ്ത്രങ്ങളുണ്ട്. പക്ഷേ അതില്ലാത്ത ഒരാൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഒരേ ഒരാൾ. ഇനി പറയൂ, ആൻ ചെയ്തത് റൈറ്റ് ഓർ റോങ്? ഡിയർ സ്റ്റുഡൻസ്, ഈ മതിൽക്കെട്ടിനപ്പുറത്തെ ലോകം വലിയൊരു ഭൂതക്കണ്ണാടിയാണ്. പല പ്രതിഭാസങ്ങളുടെയും വലിയൊരു കണ്ണാടി. നമുക്ക് നമ്മുടെ അഭിമാനം രക്ഷിക്കാൻ ആയുധങ്ങൾ വേണമെന്നില്ല. അച്ചടക്കമുള്ള വസ്ത്രധാരണം കൊണ്ട് ഏതനർത്ഥങ്ങളെയും നമുക്ക് അതിജീവിക്കാം. സാർ, അച്ചടക്കമുള്ള വസ്ത്രധാരണം തന്നെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ഉയർത്തുന്നതിന്റെ മെയിൻ പോയിന്റ്. ഇനി ഞങ്ങളുടെ പേരിൽ ഒരു പരാതിയും കേൾക്കില്ല. ഗുഡ്. എന്താണ് ഞങ്ങളെ പറ്റി കരുതിയതോ? ഇനി ഈ കണ്ണ് നിറയാൻ പാടില്ല. നീ ഞങ്ങളുടെയാ, ഞങ്ങളുടെ സ്വന്തമാ. ഇങ്ങ് പാടിന്ന കുടുംബ ജീവിതം നയിക്കുന്ന, വിവാഹ ജീവിതം നയിക്കുന്ന ഒട്ടനേകം കുടുംബങ്ങളോട് ബന്ധപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത്. കടന്നുപോയ ഒരു ദിവസം ഒരു കുടുംബനാഥയും കുടുംബനാഥനും മകളുമായി എന്നെ കാണാൻ വന്നു. പ്രശ്നം മറ്റൊന്നുമല്ല, ഇവളുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട വസ്ത്രധാരണത്തോടനുബന്ധിച്ചാണ്. ഈ പെൺകുട്ടി വിദ്യാസമ്പന്നയാണ്, PhD ഉള്ളയാളാണ്. ഏതെങ്കിലും കോളേജിൽ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ ഒരു അവസരത്തിലാണ് കോളേജിൽ തന്നെ ജോലിയുള്ള ഒരു യുവാവിൻ്റെ ആലോചന വന്നതും വിവാഹം നടത്താൻ തീരുമാനിച്ചതും. ഈ പെൺകുട്ടിയുടെ മനസ്സമ്മതം കഴിഞ്ഞു. കല്യാണത്തിന് ഈ പെൺകുട്ടി പരമ്പരാഗത വസ്ത്രധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റയുടുപ്പ് ഇട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. വിദേശത്തൊക്കെ ആ രീതിയുണ്ടല്ലോ. ഇതറിഞ്ഞ് ഇവളുടെ വികാരിച്ചൻ അതിന് തടസ്സം നിന്നു. അച്ഛൻ പറഞ്ഞു അത് ശരിയല്ല. അപ്പോൾ ഇവളുടെ അപ്പനും അമ്മയും പറഞ്ഞു, അച്ഛാ, മനസ്സമ്മതത്തിൻ്റെ കാര്യം ഇവിടെ നടക്കുമ്പോൾ അത് പാടില്ല എന്ന് അച്ഛന് പറയാം. പക്ഷേ വിവാഹത്തിനായിട്ട് മറ്റൊരിടവകയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളാണല്ലോ പാലിക്കേണ്ടത്. അവിടെ അതിന് തടസ്സം ഉണ്ടാവുമോ? ഈ വികാരിച്ചൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായും അവിടുത്തെ വികാരിച്ചൻ ഇക്കാര്യം ചോദിക്കുകയും നിങ്ങളുടെ വികാരിച്ചൻ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ആരായുകയും ചെയ്യാം. ഏതായാലും ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് ഈ വികാരിച്ചൻ പറഞ്ഞു. കല്യാണത്തിന് ഇവരാഗ്രഹിച്ചതുപോലെ പരമ്പരാഗത രീതിയായ സാരിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒറ്റയുടുപ്പൊക്കെ ഇട്ടാണ് പോയത്. പക്ഷേ അവിടുത്തെ വികാരിച്ചന് ഈ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. ഇതിനു മുൻപും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളത്. അച്ഛന് പൊതുവിൽ ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും വിവാഹം കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കളോടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും പറഞ്ഞു, നിങ്ങൾ വിദ്യാസമ്പന്നരായ ആളുകൾ വിവാഹത്തിനൊക്കെ വരുമ്പോൾ മാന്യമായ വസ്ത്രധാരണമാണ് അനുയോജ്യമെന്ന്.
ഏതായാലും കാര്യങ്ങൾ അങ്ങനെ തീർന്നു. ഞാൻ ഇന്ന് ഇതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം വയ്ക്കുകയാണ്. ഇന്ന് വിവാഹത്തോട് ബന്ധപ്പെട്ട് മാത്രമല്ല, പൊതുവിൽ സ്ത്രീ പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതികളോട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ പൊതുവേ നടക്കുന്നുണ്ട്, ചാനലുകളിൽ നടക്കുന്നുണ്ട്. ഈ വിഷയം ഒരു ചർച്ചയ്ക്കായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. എൻ്റെ അടുത്തും ഇതുപോലൊരു വിഷയം എൻ്റെ ഇടവകയിൽപ്പെട്ട ഒരാളിൻ്റെത് വന്നിട്ടുള്ളതാണ്. എന്നോട് നല്ല ബന്ധമുള്ളവരാണ് ആ മാതാപിതാക്കൾ. എന്നോട് അവർ ചോദിച്ചു, അച്ഛാ, മോളുടെ കല്യാണത്തിന് അവളെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു വസ്ത്രം ധരിച്ചാൽ കുഴപ്പമുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞു, അവൾ സാധാരണ ധരിച്ച് പരിചയമുള്ള വസ്ത്രം ധരിക്കുന്നതാണ് നല്ലത്. തന്നെയുമല്ല, ഒരു മാന്യമായ വസ്ത്രധാരണ രീതിയാണ് ആളുകൾ പൊതുവെ സ്വീകരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ കുടുംബനാഥനോട് ഒരു കാര്യം പറഞ്ഞു. ഇത്തിരി തമാശയായിട്ടാണ് പറഞ്ഞത്, എന്നാലും അതിൻ്റെ അന്തസത്ത അയാൾ ഉൾക്കൊണ്ടു. ഞാൻ പറഞ്ഞു, ഇവളെ കല്യാണത്തിന് ഇടിവിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആ വസ്ത്രം ഇടിച്ചുകൊണ്ട് കുറേ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് അതിന് മുമ്പ് ഒന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ പട്ടണപ്രദേശത്ത് ബസ്സിലോ കാറിലോ ഒക്കെ അവളെ കയറ്റി ഒത്തിരി ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. ഈ അസാധാരണമായ വസ്ത്രം ധരിച്ച് ഇവൾ അവിടെ ചെല്ലുമ്പോൾ പൊതുജനങ്ങൾ വല്ലാതെ ഇവളെ നോക്കുന്നുണ്ടെങ്കിൽ, അസാധാരണമായ എന്തോ ഒന്ന് എന്നതുപോലെ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പിക്കണം, ഇത് ഇവക്ക് പന്തിയല്ല. വിവാഹത്തിലേക്ക് പെൺകുട്ടികളെയൊക്കെ ഒരുക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുന്ന കാര്യം ഇതാ: നമ്മുടെ പെൺകുട്ടികൾക്ക് അവരുടെ ശരീര പ്രകൃതിക്ക് ചേർന്ന വസ്ത്രധാരണ രീതി തീർച്ചയായും സ്വീകാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടികളെ മറ്റുള്ളവർ നോക്കി കളിയാക്കാൻ ഉതകും വിധം വല്ലാത്ത രീതിയിൽ അവരെ തുറിച്ചു നോക്കാൻ തക്ക വിധമുള്ള വസ്ത്രധാരണ രീതിയാണ് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ പാലിക്കുന്നെങ്കിൽ അത് പരിശോധനയ്ക്ക് വിഷയമാക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ, ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഈ വിവാഹത്തോടൊക്കെ ബന്ധപ്പെട്ട അവസരങ്ങളിൽ ഈ ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കുന്നതിന് ബാഹ്യ അടയാളമായി നമ്മൾ ആഘോഷങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ വസ്ത്രധാരണമൊക്കെ. നമ്മുടെ വസ്ത്രധാരണ രീതി ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിൻ്റെ മാന്യതയെ നഷ്ടപ്പെടുത്താനുള്ള അവസരമായി എടുക്കരുത്. മാന്യമായ വസ്ത്രധാരണ രീതി ഉണ്ടാവണം. കാരണം എന്താ? നമ്മുടെ ശരീരത്തിന് ഒരു മാന്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ മാന്യത പാലിക്കാൻ മാന്യമായ വസ്ത്രധാരണ രീതി ഉണ്ടാവണം. ഇന്ന് നമ്മുടെ യുവജനങ്ങളൊക്കെ സാധാരണ സമൂഹം ആഗ്രഹിക്കുന്നതിലും വ്യത്യസ്തമായുള്ള വസ്ത്രധാരണ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ആധ്യാത്മികതയുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആധ്യാത്മികതയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാനുണ്ടെന്ന് പറയും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ശരീരം ദൈവമഹത്വത്തിനായി സമർപ്പിക്കേണ്ടതാണ്. ആ വ്യക്തിയുടെ ശരീരം പൊതുനിരത്തിൽ പ്രദർശിപ്പിക്കേണ്ട ഒന്നല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ശരീരം മറ്റ് ഒരാൾക്ക് പാപഹേതുവായി തീരുകയും ചെയ്യരുത്. തീർച്ചയായും പാപമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ആരംഭം കുറിക്കുന്നതാണ്. ഈശോ തന്നെയും പറയുന്നുണ്ടല്ലോ, മറ്റൊരാൾക്ക് പാപഹേതുവായി തീരുക എന്ന് പറയുന്നത് ഉതപ്പാണ്. അതുകൊണ്ട് മാന്യമായ വസ്ത്രധാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്.
യുവജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, മുതിർന്ന സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ പോലും ഇന്ന് ഈ ഫാഷൻ ഫ്രോമൊക്കെ കടന്നു വന്ന് എന്തും ധരിക്കാം, എങ്ങനെയും ധരിക്കാം എന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈയിടയ്ക്ക് ഓർക്കുന്നുണ്ട് ഒരു മതാധ്യാപികയെ തിരുത്തിയത്. ഈ മതാധ്യാപിക മറ്റ് കുട്ടികളെ പാഠം പഠിപ്പിക്കേണ്ട, നല്ല പാഠം പഠിപ്പിക്കേണ്ട ആളാണ്. പക്ഷേ ഫാഷൻ ഭ്രമത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. ബ്ലൗസും മറ്റുമൊക്കെ ധരിക്കുമ്പോൾ ഈ തയ്യൽക്കാരി തയ്ച്ചു കൊടുക്കുന്ന ഫാഷൻ്റെ രീതിയിൽ തന്നെ പോകുന്ന ഒരു മനോഭാവം. ഞാൻ പറയും, ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ശരീരത്തെ തിരിച്ചറിയണം. ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതി വ്യത്യസ്തമാണ്. വണ്ണമുള്ള ആളുകളുണ്ട്, പൊക്കമുള്ള ആളുകളുണ്ട്. ഓരോരുത്തർക്കും തങ്ങളുടെ ശരീരത്തെ തിരിച്ചറിയാൻ പറ്റണം. ഞാൻ പറയും, അങ്ങനെ തിരിച്ചറിയുന്ന ശരീരത്തിനൊത്ത വസ്ത്രധാരണമാണ് സ്വീകാര്യമായിട്ടുള്ള വസ്ത്രധാരണം. നമ്മുടെ ശരീരത്തെ തീർച്ചയായും മാന്യമായി കരുതുന്നുണ്ടെങ്കിൽ മാന്യമായ വസ്ത്രധാരണ രീതി എപ്പോഴും സ്വീകാര്യമാണ്. ചിലർ ചോദിക്കാറുണ്ട്, നഗ്നതയെ മറയ്ക്കാനല്ലേ വസ്ത്രധാരണം? അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ നഗ്നത ഇരിക്കുന്നത് എവിടെയാണ്? ശരീരത്തെക്കുറിച്ച് തെറ്റിദ്ധാരണയുള്ളതുകൊണ്ടാണ് നഗ്നത മറയ്ക്കാനാണെന്ന് പറയുക. നമ്മുടെ ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം. പിന്നെയോ ഞാൻ പറയും, ക്രിസ്തീയമായ കാഴ്ചപ്പാടനുസരിച്ച് ശരീരത്തെ അലങ്കരിക്കുന്നത് കൂടിയാണ് വസ്ത്രധാരണം. ദൈവം അനുഗ്രഹിച്ചു നൽകിയ ആ ശരീരത്തെ നാം അലങ്കരിക്കുക കൂടി ചെയ്യുന്നു മാന്യമായ വസ്ത്രധാരണത്തിലൂടെ. അതുകൊണ്ട് മാന്യമായ വസ്ത്രധാരണ രീതി എന്നും സ്വീകാര്യമാണ്. ഇപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ വസ്ത്രധാരണ രീതിയിൽ ചർച്ചാവിഷയമാകുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയാണ്. അതിന് കാരണമുണ്ട്. ഈ അർത്ഥനഗ്നത ഒക്കെ പ്രദർശിപ്പിക്കാനിടയാകുന്നത് സ്ത്രീകളുടെ ശരീരത്തോട് ബന്ധപ്പെട്ട്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പുരുഷന്മാരൊക്കെ മാന്യമായ വസ്ത്രധാരണ രീതിയിലൂടെയല്ലേ വരുന്നത്. ഒരുപക്ഷെ ലോ വേസ്റ്റ് പാൻറ്റൊക്കെ ഇടുന്ന രീതി ഇന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന വസ്ത്രധാരണ രീതിയെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. പുരുഷന്മാരോട് ബന്ധപ്പെട്ട് ഈ ഒരു ആക്ഷേപം വരുന്നില്ലല്ലോ. ഏത് പുരുഷനെക്കുറിച്ചാണ് പറയുന്നത്? അർത്ഥനഗ്നമായിട്ട് വരുന്ന പുരുഷന്മാരെവിടെയാണ് ഉള്ളത്? നീ കല്യാണത്തോട് ബന്ധപ്പെട്ട് തന്നെ ചിന്തിച്ചു. ഈ ഫാഷൻ കണ്ടമാനം പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയെ ബാധിക്കുന്നുണ്ടോ? കോട്ടും അതിൻ്റെ പുറത്ത് മേൽക്കോട്ടും ഇട്ടല്ലേ വരുന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? ഈ മേൽക്കോട്ട് ഇടുക എന്നതിന് പകരം മേൽക്കോട്ടും മറ്റെന്തൊക്കെ മാറാമോ അതൊക്കെ മാറുന്ന രീതിയിലേക്ക് വരുന്നു. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ തൻ്റെ ശരീരത്തെ മാന്യമായി കണ്ട് അതിനെ എത്രമാത്രം അലങ്കരിക്കാമോ, സ്യൂട്ടും കോട്ടും ഒക്കെ ഇടാമോ, അതൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകളെ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുന്ന രീതി, എനിക്ക് തോന്നുന്നു ഇത് സ്ത്രീകളുടെ പ്രശ്നമല്ല, സ്ത്രീയെ കാണുന്നതിൻ്റെ പ്രശ്നമാണ്. പണ്ട് തൊട്ടേ നമുക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, സ്ത്രീ എപ്പോഴും ഉപയോഗ വസ്തുവാണ്. അതുകൊണ്ട് സ്ത്രീയുടെ നഗ്നതയോ അർത്ഥനഗ്നതയോ പ്രദർശിപ്പിക്കാം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത് സ്ത്രീയല്ല, അതിനപ്പുറത്ത് ഞാൻ പറയും ഒരു കമ്പോള ചിന്തയോടുകൂടെ നിലകൊള്ളുന്ന ആളുകളാണ്. കാരണം സ്ത്രീയെ ഇത്തരത്തിൽ വസ്ത്രം ധരിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത കച്ചവട മനോഭാവത്തിൽ നിന്ന് ഉളവാകുന്നത് തന്നെയാണ്. ഇതല്ല എങ്കിൽ പുരുഷനെ സംബന്ധിച്ചും ഇത് യാഥാർത്ഥ്യമാകേണ്ടതാണ്. ഏതായാലും ഈ ഒരു രീതി നമ്മൾ ഒരാൾ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് പുലർത്തുന്നതല്ല, കൊച്ചുകാലം മുതലേ പുലർത്തുന്ന രീതിയാണ്. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ വരുന്ന പെൺകുട്ടികളും മറ്റും സ്ലീവ്ലെസ് വസ്ത്രങ്ങളിടുമ്പോൾ വളരെ കർക്കശമായ നിലപാട് മതാധ്യാപകരും മറ്റുമൊക്കെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികളും പോലും മറ്റ് പലരുടെയും ക്രൂരതകൾക്ക് വിധേയപ്പെടുന്നുണ്ട്.
അതിനൊരു കാരണം ഇതായി മാറുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാന്യമായ വസ്ത്രധാരണ രീതി ഒട്ടൊക്കെ ഇങ്ങനെയുള്ള അധാർമിക പ്രവൃത്തികളെ അകറ്റാനായിട്ട് കാരണമായി തീരുക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ, അത് മഹത്വമുള്ളതാണെങ്കിൽ, മാന്യതയുള്ളതാണെങ്കിൽ, മാന്യമായ വസ്ത്രധാരണം തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. പള്ളിയിലായാലും സമൂഹത്തിലായാലും സ്കൂളിലായാലും പാലിക്കേണ്ടുന്ന ഒരു വസ്ത്രധാരണ രീതിയുണ്ട്. സാധാരണ പറയുന്നൊരു രീതിയുണ്ടല്ലോ, വസ്ത്രവും വസ്ത്രധാരണ രീതിയും ആളെ തിരിച്ചറിയാനുള്ള വഴിയാണ്. നമ്മൾ ആരാണ്, നമ്മുടെ ചിന്താഗതി എന്താണ് എന്ന് മറ്റുള്ളവർക്ക് വ്യക്തമാക്കുന്ന ഒന്ന് നമ്മുടെ വസ്ത്രവും വസ്ത്രധാരണ രീതിയുമാണ്. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കുന്നുവോ അത് വസ്ത്രധാരണത്തിലൂടെ പ്രകടമാക്കാൻ നമുക്ക് സാധിക്കണം. ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഉത്തമമായ തീരുമാനം മാതാപിതാക്കൾ തന്നെ കൈക്കൊള്ളണം. ഉചിതമായത് ചെയ്യാം, അത് വസ്ത്രധാരണ രീതിയിലും. അനുചിതമായത് ചെയ്തുകൂടാ, അതെവിടെയായാലും ആരായാലും. അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ, അത് മഹത്വമുള്ളതാണെങ്കിൽ, മാന്യതയുള്ളതാണെങ്കിൽ, ആ മാന്യതയുള്ള ശരീരത്തെ മാന്യതയുള്ള വസ്ത്രധാരണ രീതിയിലൂടെ അലങ്കരിക്കാൻ, ആദരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ ആദരിക്കാനുള്ള ഒരു വഴി കൂടിയാണ് നമ്മുടെ ശരീരത്തെ മാന്യമായ വസ്ത്രധാരണത്തിലൂടെ നമ്മൾ സൂക്ഷിക്കുക എന്നത്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന്, ശരീരമെന്ന വലിയ ദാനത്തിന് നമുക്ക് നന്ദി പറയാം. ഒപ്പം ഞാനീ പറഞ്ഞ വിഷയത്തിൽ ഉത്തമമായ തീരുമാനം കൈക്കൊള്ളാൻ, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് സിത്താർ എന്നാണ്, തിരൂർ ഇടവക്കാരനാണ്. ഒരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യണു. ഭാര്യയും 2 മക്കളുമുണ്ട്. ഇന്ന് വസ്ത്രധാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയുടെ വചനമാണ് ആദ്യം ഓർമ്മ വരുന്നത്. നാം മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന് ഹേതുവാകുന്നെങ്കിൽ കഴുത്ത് വലിയ തിരയിൽ കെട്ടി കടലിൻ്റെ ആഴങ്ങളിൽ പതിക്കുന്നതാണ് നല്ലത് എന്നുള്ള വചനം ഓർക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് പുറത്തൊക്കെ ഇറങ്ങി നമുക്ക് കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന് ഹേതുവാകുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ്. നമ്മുടെ ജീവിതത്തിൽ അനുയോജ്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാനും ഭംഗിയായി മുന്നോട്ട് പോകുവാനുള്ള കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഇന്ന് പലതരത്തിലുള്ള ഫാഷൻ ഉണ്ടെങ്കിലും മാന്യമായി വസ്ത്രം ധരിക്കുവാനും മറ്റുള്ളവർക്ക് തിന്മയ്ക്ക് കാരണമാകാതിരിക്കാനും നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് തിന്മയ്ക്ക് ഹേതുവാകാത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളതും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു സുവിശേഷ പ്രഘോഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ പേര് റെൻസി. ഞാൻ തിരൂർ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഇന്ന് പറഞ്ഞ പോലെ വസ്ത്രധാരണത്തെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കുമ്പോഴും അത് മറ്റുള്ളവർക്ക് പ്രലോഭന ഹേതുവാകാതിരിക്കാനായിട്ട് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴും മോഡസ്റ്റായിട്ടിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ കുട്ടികളോടായാലും സ്കൂളിലായാലും പറയാറുള്ളത്. പിന്നെ പലപ്പോഴും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, കാലത്ത് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പലപ്പോഴും കുട്ടികളെ പിടിച്ച് ലോ വേസ്റ്റ് പാൻറ് ധരിച്ചിട്ടായാലും മറ്റ് ശരിയായ തരത്തിൽ വസ്ത്രം ധരിക്കാതെ വരുന്ന കുട്ടികളെയൊക്കെ എപ്പോഴും കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ക്ലാസ് ആരംഭിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മൂല്യത്തിനേക്കാൾ അത് എങ്ങനെ ധരിക്കുന്നു, എത്ര മനോഹരമായി ധരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ എവിടെയായാലും നമ്മൾ പല കാര്യങ്ങളിലായാലും കുട്ടികളോട് അവർ കെയർലെസ്സാണ് പലപ്പോഴും വസ്ത്രത്തെക്കുറിച്ച്. അപ്പോൾ പലപ്പം നന്നായി കറക്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ പുറത്തേ പോവുകയാണെങ്കിൽ എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്ര മനോഹരമായി ധരിക്കുന്നു, നമ്മൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നമ്മുടെ സ്വഭാവത്തെ പോലെ തന്നെ ഒരു നല്ല കാര്യം തന്നെയാണ് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നത്.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ശരീരം മാന്യമായ ശരീരമാണ്, മഹത്വമുള്ള ശരീരമാണ്. ആ മാന്യമായ ശരീരത്തെ മാന്യമായ വസ്ത്രധാരണ രീതിയിലൂടെ അലങ്കരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മാന്യമായ വസ്ത്രധാരണ രീതിയിലൂടെ ഞങ്ങൾക്ക് ശരീരം നൽകിയ അങ്ങയെ തന്നെ ഞങ്ങൾ ആദരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് പരിശുദ്ധമായ ശരീരം നൽകിയ ദൈവമേ, നിൻ്റെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, കൃപയും അനുഗ്രഹവും നൽകണമേ. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.